എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി അതോടൊപ്പം തന്നെ ജോഗ്രഫിയുടെ 2021 മുതൽ 2025 വരെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട റിപ്പീറ്റേറ്റീവ് അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോഗ്രഫിയും അതോടൊപ്പം തന്നെ ഹിസ്റ്ററി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ ഇക്കണോമിക്സ്, മാത്സ്, മലയാളം ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ചാനലായ PSC Plusൽ ഡീറ്റെയിൽ ആയിട്ട് ഇക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. PYQ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കാണാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിവിക്സും അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും. 5 മാർക്ക് വീതം ടോട്ടൽ 10 മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ഇത്രയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത്. ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഭരണഘടനാ ഭേദഗതികൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ് അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് 42-ാം ഭേദഗതി, 44, 52, പിന്നെ 73, 74 പഞ്ചായത്ത് രാജ് നഗരസഭ, പിന്നെ 101 മുതൽ 106 വരെയുള്ള പുതിയ ഭേദഗതികളുണ്ടല്ലോ, GST, EWS, പിന്നെ വനിതാ സംവരണം. അതൊക്കെ എന്തായാലും നോക്കിയിട്ട് പോകണം. ഇതൊക്കെ ഇതിനു മുമ്പ് ചോദിച്ചേക്കുന്നതും ഇനിയും വരാൻ ചാൻസ് ഉള്ളതുമാണ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ ഭേദഗതികൾ ഇത്രയെങ്കിലും മിനിമം നോക്കണം. ഇത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ വന്നാലും എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കാൻ പാകത്തിന്, നമുക്ക് എഴുതാൻ പാകത്തിന് നോക്കിയിരിക്കണം. പിന്നെ വരുന്നത് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ട് ആർട്ടിക്കിൾ 14, 15, 16, 19, പിന്നെ 32 റിട്ടുകൾ ടോട്ടലായിട്ട് നോക്കണം. 5 റിട്ടുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളും. പിന്നെ ആർട്ടിക്കിൾ 51A മൗലിക കർത്തവ്യങ്ങൾ, അതിൻ്റെ എണ്ണം, അതിൻ്റെ കമ്മിറ്റി, അതായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സർക്കാരായാലും പാർലമെൻറ്റായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുവാണെങ്കിൽ രാഷ്ട്രപതി, തെരഞ്ഞെടുപ്പ് രീതി, സത്യപ്രതിജ്ഞ, പിന്നെ നമ്മുടെ ചീഫ് ജസ്റ്റിസ്, വീറ്റോ പവർ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ രാജ്യസഭ, ലോകസഭ, സ്ഥിരം സഭ, അതിൻ്റെ അംഗങ്ങളുടെ കാലാവധി, ചെയർമാൻ എന്നുള്ളതും, പിന്നെ സ്പീക്കേഴ്സിൻ്റെ തിരഞ്ഞെടുപ്പ്, സ്പീക്കർ അതിൻ്റെ തിരഞ്ഞെടുപ്പ്, അങ്ങനെയുള്ള നീക്കം ചെയ്യൽ കാര്യങ്ങൾ നോക്കുക. പിന്നെ വരുന്നത് എമർജൻസി പ്രൊവിഷൻസ് അഥവാ അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയിൽ 352 ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ, അതായത് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കിയിട്ട് പോകണം. പിന്നെ സിവിക്സിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതലും ഭരണഘടനാ സ്ഥാപനങ്ങളും പദവികളും, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില കയറി വരുന്നുണ്ട്, ഈ ഗവൺമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് അതുകൊണ്ട് ഞാൻ എടുത്തത് കേട്ടോ. ഇതിൽ ഭരണഘടനാ സ്ഥാപനങ്ങളും പദവികളും, ലോക്പാൽ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു, നിലവിൽ ആരൊക്കെയാണ്, അംഗങ്ങളുടെ എണ്ണം, പിന്നെ വിവരാവകാശ നിയമം നന്നായിട്ട് നോക്കിയിട്ട് പോകണം, 2005 വന്നതാണ്. പിന്നെ UPSC PSCയുടെ നിയമനം, അത് നീക്കം ചെയ്യൽ, വിരമിക്കൽ പ്രായം തുടങ്ങിയവയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയിട്ടല്ലേ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കറക്റ്റായി നോക്കിയിട്ട് പോകണം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഒരെണ്ണം കഴിഞ്ഞേ ഉള്ളൂ, അപ്പോൾ അത് കാരണം അത് കറക്റ്റ് നോക്കുക. പിന്നെ അതായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ജഡ്ജ്മെൻറ്റ്സ്, കേശവാനന്ദ ഭാരതി, അത് ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഓർക്കുക കേട്ടോ. പിന്നെ ഭരണനിർവഹണം, അതൊരു അഡ്മിനിസ്ട്രേഷൻ തിയറീസൊക്കെ, ഇപ്പം മാക്സ് വെബറിൻ്റെ ബ്യൂറോക്രസി സിദ്ധാന്തം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഹ്യൂമൻ റിലേഷൻ തിയറി, എൽട്ടൺ മായോയുടെ, അതൊക്കെയാണ് ഒന്ന് ഓർത്തു വയ്ക്കേണ്ടത്. ഷെഡ്യൂൾസ് 7, 8, 10, 11, 12 എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പോവുക. ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്, ക്ലാസിക്കൽ ഭാഷകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കിയിട്ട് പോകണം. അത് ഓരോ വർഷവും നോക്കിയിട്ട് പോവുക. പിന്നെ ലിസ്റ്റുകളെ പറ്റിയിട്ട്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതൊക്കെ ഓരോ ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് പോവാം. ഇപ്പം ഞാൻ ഈ പറയുന്നത് ഒട്ടും ഇതുവരെ നോക്കാത്തവരല്ലേ, ലാസ്റ്റ് മിനിറ്റിൽ ഒന്നും കൂടി പ്രിപ്പയർ ചെയ്യാൻ ഉള്ള ഒരു റിപ്പീറ്റീഷൻ അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സ് ആണ് ഈ എടുത്ത് തന്നിട്ടുള്ളത് കേട്ടോ. ഇത് മാത്രം നോക്കിയിട്ട് പോവുക എന്നല്ല, ഈ 2021 മുതൽ 2025 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, അതായത് 13 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട്, ഡിഗ്രി പ്രിലിംസിൻ്റെ 13 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഈ ഒരു ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചുരുക്കത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 42-ാം ഭേദഗതി, പിന്നെ ആർട്ടിക്കിൾ അധികാര വിഭജനമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്, പിന്നെ സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ, അതൊക്കെ നോക്കിയിട്ട് പോവാം. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ, മാക്സ് വെബറിൻ്റെ അല്ലേ, ബ്യൂറോക്രസി സിദ്ധാന്തം, ഹൈറാർക്കി ഡിവിഷൻ ഓഫ് ലേബർ, അങ്ങനെയുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. എൽട്ടൺ മായോയുടെ ഹ്യൂമൻ റിലേഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഹൗത്തൂൺ സ്റ്റഡി നടത്തിയ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ RTI ആക്ട്, വിവരാവകാശ നിയമം, സിറ്റിസൺ ചാർട്ടർ, അത് സേവനങ്ങളുടെ ഗുണനിലവാരവും സമയപരിധിയും വ്യക്തമാക്കുന്ന രേഖയാണ്. ഗവേണൻസ് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ചോദിക്കും. പിന്നെ ഏറ്റവും പുതിയ നമ്മുടെ K-സ്മാർട്ട് അതുപോലത്തെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകണം. അത് കറണ്ട് അഫെയർസ് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്.
പിന്നെ ലോക്പാൽ, ലോകായുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് പോകണം. കേന്ദ്ര തലത്തിൽ ലോക്പാൽ, ഓക്കെ, ലോകായുക്ത സംസ്ഥാനം, പിന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, അതും ഓർത്തു വയ്ക്കാം. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെയാണ്? കമ്മീഷൻ, അതായത് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ UPSC ആൻഡ് സ്റ്റേറ്റ് PSC നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ദേശീയ പാർട്ടി പദവി ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ചിഹ്നങ്ങൾ അനുവദിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പഞ്ചായത്തുകൾക്കുള്ള ഭരണഘടനാ പദവി എന്താണ്, അതിൻ്റെ ആ കമ്മിറ്റി ഏതാണ്, പിന്നെ വനിതാ സംവരണം എന്താണ് എന്നുള്ള കാര്യങ്ങളും. പിന്നെ ഏതാ വരുന്നത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നുണ്ട് അല്ലേ, ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ ഏതൊക്കെയാണ്. പിന്നെ ലാൻഡ് അക്വിസിഷൻ ആക്ട് വരുന്നുണ്ട്, തൊഴിലുറപ്പ് പദ്ധതി വരുന്നുണ്ട്. അതൊക്കെ പ്രധാന നിയമങ്ങളിൽ നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഒട്ടും പഠിക്കാത്തവർ എന്ത് ചെയ്തെങ്കിലും പഠിച്ചിട്ട് പോവുക. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും ഇനി വരാൻ ചാൻസ് ഉള്ളതുമായ നമ്മുടെ സിലബസിലുള്ള ഒരു ഹോട്ട് ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇത് കണ്ട നമ്മുടെ സിവിക്സ്, അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ബ്യൂറോക്രസി അല്ലേ, പിന്നെ സിവിൽ സർവീസ്, സ്റ്റേറ്റ് സിവിൽ സർവീസ്, ഗവേണൻസ്, പിന്നെ ലോക്പാൽ, ലോകായുക്ത, കമ്മീഷൻ, ഇൻഫോർമേഷൻ കമ്മീഷൻ, ഇലക്ഷൻ, അതായത് റിലേറ്റ് ചെയ്ത് പൊളിറ്റിക്കൽ പാർട്ടീസ്, പിന്നെ ഏതാണ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഇതിൽ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, അതൊന്നും ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല. സോഷ്യൽ സെക്യൂരിറ്റി, അതൊക്കെ നമ്മുടെ കറണ്ട് അഫെയേഴ്സ് റിലേറ്റ് ചെയ്ത് കുറച്ചും കൂടി നോക്കിയിട്ട് പോകാം കേട്ടോ. ഓക്കെ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയൊക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെങ്കിൽ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എപ്പോഴും ചോദിക്കുന്നതാണ്, പ്രിയാമ്പിൾ, ഡ്യൂട്ടീസ്, പിന്നെ സിറ്റിസൺഷിപ്പ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലേ, പിന്നെ പഞ്ചായത്തി രാജ്, പിന്നെ ഏതാണ് എമർജൻസി, ദെൻ ലിസ്റ്റുകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇതിലും എന്ത് ചെയ്യണം? കറണ്ട് അഫെയേഴ്സ്, റിലവൻറ്റ് ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് നമ്മൾ നോക്കിയിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഈ സിലബസിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടും എത്ര മാർക്കിനാണ്? 5 മാർക്ക് വീതമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് സമയമുള്ള പോലെ ഈ വാട്ടർഷെഡ് മാനേജ്മെൻറ്റ്, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ദെൻ ലാൻഡ് റിഫോംസ്, അതൊക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളത് ആദ്യമേ പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജോഗ്രഫി ഹോട്ട് ടോപ്പിക്സ് ഒരുവിധം എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കേട്ടു. അപ്പോൾ നമുക്ക് മെയ് 2 എക്സാം നോക്കുമ്പോൾ അറിയാം അല്ലേ എങ്ങനെയൊക്കെയാണ് ഇത്തവണ ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. അപ്പം നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ, നല്ല രീതിയിൽ പഠിക്കാനും സാധിക്കട്ടെ. അടുത്ത ഹോട്ട് ടോപ്പിക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്